മലയാളിക്കൊരു സൂപ്പർ പമ്പർ, മലയാളിക്കൊരു സൂപ്പർ പമ്പർ. Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. കുന്നപ്പിള്ളി ചാലക്കുടി പുഴയുടെ തീരത്തു നിന്നും കിഴക്കോട്ട് ഒരു വലിയ മലയുടെ കയറ്റം തോന്നിപ്പിക്കുന്ന യാത്രയിലാണ് പുലാനി കുന്നപ്പിള്ളി ഗ്രാമം കാണുന്നത്. ഗ്രാമത്തിന്റെ നാട്ടുഭംഗിയും നിഷ്കളങ്കരായ ഗ്രാമവാസികളെയും കൊണ്ട് സമ്പുഷ്ടമാണ് കുന്നപ്പിള്ളി ഗ്രാമം. വയലേലകളും നാട്ടുവിളകളും കൊണ്ട് കുന്നപ്പിള്ളി ഗ്രാമം പച്ചപ്പുതപ്പണിഞ്ഞു നിൽക്കുന്നു. സീ കേരളം സൂപ്പർ ബമ്പർ ഗെയിം ഷോയുടെ കൊടി പാറുന്നത് ഇന്ന് കുന്നപ്പിള്ളിയിലാണ്. സീ കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. ചാലക്കുടിക്കടുത്ത് മേലൂരടുത്ത് കുന്നപ്പിള്ളിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആളുകളെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടണം. നല്ല ആളുകളാണ് കേട്ടോ. ഒരുപാട് കലാകാരന്മാർ, കലാകാരികൾ, അമ്മച്ചിമാർ എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് എല്ലാവരും ഓരോരുത്തരായിട്ടൊന്ന് പരിചയപ്പെട്ട് കളയാം. നമസ്കാരം. നമസ്കാരം. എന്നാ ഉണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷങ്ങൾ. സുഖമാണോ? സുഖം. എന്ത് ചെയ്യുന്നു? ഞാൻ ചുമട്ടുതൊഴിലാളിയാണ്. കുറച്ച് LIC ഏജന്റും കൂടി. LIC കാരുടെ പ്രത്യേകത നന്നായിട്ട് സംസാരിക്കും ഇല്ലേ? ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. സുഹൃത്തുക്കളുണ്ട്, ഒരുപാടുണ്ടാവും. ഫാമിലി അച്ഛൻ, അമ്മ, ഭാര്യ, 2 സുന്ദരിയായ ഭാര്യ. എവിടെയാ ഞാൻ എന്ന് കാണിച്ചു തരാം സുന്ദരിയായ ഭാര്യ. അതാണ് ഭാര്യയുടെ വേറൊരു പ്രത്യേകതയുണ്ട്. ഭാര്യ ഇവിടുത്തെ മെമ്പറൂടെയാ. അതുകൂടെ മനസ്സിലാക്കണം. വെറുതെ ഒന്നും അല്ല, പൊതുകാര്യങ്ങളിലെല്ലാം ഞങ്ങൾ ഭയങ്കര ആക്റ്റീവാണ് അല്ലേ? ഞാൻ ഇന്ന് വന്നപ്പോൾ ഇവിടെ അറിഞ്ഞു ഇവിടെ വയോജനങ്ങൾക്ക് വേണ്ടി ഇന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ചേട്ടാ? പകൽ വീട് എന്ന് പറഞ്ഞിട്ട് സർക്കാരിന്റെ ഒരു സംരംഭമാണ്. കേരള സർക്കാർ നടത്തുന്നതാണ്. അപ്പൊ അത് പ്രായമായ ആളുകളെ, വയോജനങ്ങളെ, ഒരു 60 വയസ്സിന് മേലെ മറ്റേ വീട്ടിലൊക്കെ ഒറ്റയ്ക്കൊക്കെ നിരാലംബരായിട്ടുള്ള ആളുകള് അവിടെ വന്നിട്ട് ഒരു 100ഓളം പേര് ഇന്നുണ്ടായിരുന്നു കേട്ടോ. 10-60 ആള് സ്ഥിരം വരും. ആരും വീട്ടിലില്ലാത്ത മക്കളൊക്കെ ജോലിക്ക് പോകും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് വന്നിരിക്കും അവരവിടെ അല്ലേ? വൈകുന്നേരം പോകും, ഉച്ച കഴിഞ്ഞ് പോരും. നല്ല രസമായിരിക്കും എല്ലാവരുടെ കൂട്ടൊക്കെ കൂടി. എല്ലാവരും ഇതിലും രസമായെന്ന് പറഞ്ഞാൽ എല്ലാവരും പാട്ടൊക്കെ പാടി, അല്ലെങ്കിൽ പാട്ട് പാടാൻ അറിയാത്തവര് കഥ പറഞ്ഞ്, നാട്ടുവിശേഷം പറഞ്ഞ്, മൈക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇല്ലാത്ത സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാ 2 വരി പാടാമല്ലേ? ഒരു 2 വരി പാടാം. 4 വരി പാടിക്കൂ. ശരി, എന്നാ പിടിച്ചോ. മലയാള ഭാഷതൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി ഉളിയില കരമുണ്ടിൽ തെളിയുന്നു. മലയാള ഭാഷതൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ ഉളിയില കരമുണ്ടിൽ തെളിയുന്നു. തുടക്കം തന്നെ ഗ്രാമത്തിൻ്റെ വിശുദ്ധിയുള്ള ഒരു പാട്ടാണ് പാടിയത്. ഇനിയും പാട്ടുകാരൊക്കെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് അമ്മമാർ ഇവിടെ വന്നപ്പോണ്ട്. പല്ലൊക്കെ പോയല്ലോ, പല്ലൊക്കെ എവിടെ പോയി? എന്നോട് മിണ്ടണ്ട. പേരെന്നാ അമ്മയുടെ? എൻ്റെ പേര് മല്ലിക. മല്ലികമ്മ. അടുത്താണ് വീട്? അതെ, തൊട്ടടുത്താണ് വീട്. അമ്പലത്തിൽ പോയോ ഒന്ന്? അമ്പലത്തിൽ പോയി. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അങ്ങനെ അങ്ങ് പോകുന്നു അല്ലേ? ഇനി ഇവിടെ ആരാണ്ട് പാട്ടുകാരുണ്ടെന്ന് പറഞ്ഞു. നാടൻ പാട്ടുകാരിയാണ്. ഇതാണ് ഒരു നാടൻ പാട്ടുകാരി നിൽക്കുന്നു. എന്താ പേര്? ശിവകാമി. ശിവകാമി. എവിടെയാ വീട്? കുന്നപ്പള്ളി. കുന്നപ്പള്ളി തന്നെയാണ് വീട്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പ്ലസ് വൺ ആയോ? ഏത് ഗ്രൂപ്പാ? ഹ്യൂമാനിറ്റീസ് ആണ്. അച്ഛനും അമ്മയ്ക്ക് എന്ത്? അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് അച്ഛൻ. അച്ഛൻ കലാകാരനാണ് അല്ലേ? അച്ഛൻ ഇവിടെ വലിയൊരു ആർട്ടിസ്റ്റൊക്കെയാണ് കേട്ടോ. അച്ഛൻ നന്നായിട്ട് പടം വരയ്ക്കും. ഇതൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടാ. അപ്പൊ 2 പേര് പാടിയേ. താലം താലേ താലാലം താലേ താലാലം താലാലേ താലം താലേ താലാലം താലേ താലാലം താലാലേ. കല്ലും മണ്ണും കരിങ്കല്ലിലല്ലേ അമ്മ കുടിയിരുന്നേ. കല്ലും മണ്ണും കരിങ്കല്ലിലല്ലേ അമ്മ കുടിയിരുന്നേ. താലം താലേ താലാലം താലേ താലാലം താലാലേ താലം താലേ താലാലം താലേ താലാലം താലാലേ.
നന്നായിട്ട് പാടി കേട്ടോ. നാടൻ പാട്ടുകളുടെ ഷോക്ക് തന്നെ ഉണ്ട് ഇവിടെ. ഇദ്ദേഹം നാടൻ പാട്ട് പാടുവോ? എല്ലാവരും പാട്ടുകാരാണോ? എന്നാ രണ്ടുപേരും പാടിക്കേ. പേരെന്നാ? റിഗില. റിഗില. പല്ലൊക്കെ പോയോ? പോയിട്ട് വന്നതാ അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിലായി. അച്ഛനും അമ്മയൊക്കെ എന്തി? അമ്മൂമ്മയുണ്ട് ഇവിടെ. അതാ ഞാൻ സംസാരിച്ച അമ്മൂമ്മയാണോ? അമ്മൂമ്മ ഒന്നും മിണ്ടിയില്ല. ഞാൻ കുറേ സംസാരിച്ച അമ്മൂമ്മ ഭയങ്കര ഗൗരവത്തിലൊക്കെ നിൽക്കുക. വഴക്കിട്ടാണോ വന്ന അമ്മൂമ്മ വഴക്കിട്ട് വന്നാണോ വീട്ടിൽ നിന്ന്? ഇല്ലല്ലേ? പാവം അമ്മൂമ്മയാണോ? ചോറൊക്കെ വാരി തരുമോ? കഥ പറഞ്ഞു തരുമോ അല്ലേ? പഴയ കഥയൊക്കെ പറയും. അമ്മൂമ്മയുടെ ചെറുപ്പകാലത്തെ കഥയൊക്കെ പറഞ്ഞു തരുമോ? പറഞ്ഞു തരും. ഇഷ്ടമാണോ അമ്മൂമ്മ? ഓക്കെ. അപ്പോൾ അമ്മൂമ്മയ്ക്ക് വേണ്ടി നമുക്കൊരു പാട്ട് പാടാം അല്ലേ? പഠിക്കൂ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കരി മീൻ ചെമ്മീന് പെണ്ണിൻ്റെ കൊട്ടില് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിനി അടുത്തത് പോവേണ്ടത് സൂപ്പർ ബമ്പർ കളിക്കുവാനായിട്ടാണ്. അപ്പോൾ ആരാണ് സൂപ്പർ ബമ്പർ കളിക്കുവാൻ ഇവിടെ എത്തുന്നതെന്ന് എനിക്കറിയില്ല. 5 പേരെയാണ് നമ്മൾ 5 കണ്ടസ്റ്റൻസിനെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഗ്രൂമേഴ്സ്. അതിൽ 5 പേരും ഇതിനുള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരാളെ തിരഞ്ഞെടുക്കണം. ആരാണ് സെലക്ട് ആവുന്നതെന്ന് എനിക്കറിയില്ല. ഓടിവാ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ആദ്യമായി കളിക്കാനെത്തുന്നു അശ്വതി. അപ്പോൾ അശ്വതി വന്നിട്ടുണ്ട്. അശ്വതി ഇതാണ്. എന്തൊക്കെയുണ്ട് അശ്വതി വിശേഷം? നല്ല വിശേഷങ്ങൾ. സുഖമായിട്ടിരിക്കുന്നു. അശ്വതി പഠിക്കുകയാണോ ജോലി ചെയ്യാണ്? എന്താണ്? ഞാൻ ജോലി ചെയ്യാണ്. എന്ത് ജോലി അശ്വതി? ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്നു. 2D 3D സംഭവമാണ്. വലിയ സംഭവമല്ല, ചെറിയ സംഭവമാണ്. പക്ഷേ ഏത് കെട്ടിടങ്ങളുടെയൊക്കെയാണോ ചെയ്യുന്നത്? അതെ അതെ. 3D മാക്സിലാണ്. എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? ഗംഭീരമാണ്. കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പോൾ അവിടെ ഗ്രൂമേഴ്സ് ഇപ്പോൾ എന്നോട് പറഞ്ഞു അശ്വതി നന്നായിട്ട് പാട്ടൊക്കെ പാടുമെന്ന് പറഞ്ഞു. സത്യമാണോ? അങ്ങനെയൊന്നുമില്ല, ചെറുതായി സ്മ്യൂളിലൊക്കെ പാടും അല്ലേ? സ്മ്യൂളിൽ പാടും. നന്നായിട്ട് പാടും അല്ലേ? വലിയ കുഴപ്പമില്ലാതെ. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ ഒരു പാട്ടിലൊക്കെ തുടങ്ങാം അല്ലേ? രണ്ടുപേരും പാട്ട് പാടിക്കോളൂ. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീൻ മടിമേലേ മയങ്ങൂ നീൻ മടിമേലേ അമ്പിളി നിന്നെ പുൽകി അമ്പരം പോകി ഞാൻ മേഘമായി നിറസന്ധ്യയായി ഞാനാരോമലി വിടർ നിന്നിൽ നീയൊരു പൊൻതാരമായി. അപ്പോൾ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിടയ്ക്കൊക്കെ പാടും? കിട്ടുമ്പോഴൊക്കെ പാടും. വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്? അല്ലല്ല, ഞാൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. 1000 രൂപയാണ് ആദ്യത്തെ കളിയിൽ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഏത് കളിയാണ് അശ്വതിയെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ സൂപ്പർ ബമ്പറിന്റെ നിയമാവലികൾ പ്രേക്ഷകർക്കായിട്ടൊന്ന് പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സൂപ്പർ ബമ്പറിന്റെ നിയമാവലികൾ. അശ്വതി ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അശ്വതിയെ കാത്ത് കുറേ ഗെയിമുകൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അശ്വതിക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്ന ഗെയിം നമുക്ക് ഏതാണെന്ന് നോക്കാം. റെഡിയല്ലേ? അശ്വതിയെ കാത്തിരിക്കുന്ന ആദ്യത്തെ ഗെയിമിൻ്റെ പേരാണ് അപ്സൈഡ് ഡൗൺ. അശ്വതിക്കുള്ള ഗെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കണ്ടല്ലോ ഒരു ഗ്ലാസ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ഒരു ബോൾ വെച്ചിട്ടുണ്ട്. 120 സെക്കൻഡിനുള്ളിൽ ഇത് എടുത്ത് കറക്കി ഗ്ലാസ്സിനകത്താക്കി വെക്കുക. മനസ്സിലായല്ലോ? അങ്ങനെ എല്ലാ ബോളും ഗ്ലാസ്സിനകത്താക്കി വെക്കുക. ഒരു കൈ കൊണ്ട് വേണം ചെയ്യാനായിട്ട്.
അപ്പോൾ അത് കൈ പോകാനോ താഴെ പോകാനോ കയ്യിലൂടെ ഉരുണ്ട് പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. നേരെ കറക്കി പിടിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ താഴെ പോയാൽ വീണ്ടും എടുത്തു വെച്ച് ചെയ്തോളുക. അപ്പോൾ 120 സെക്കൻഡ് സമയമുണ്ട്. റെഡിയല്ലേ? റെഡിയാണ്. കോൺഫിഡൻ്റ് ആണ് അല്ലേ? അതാണ്, കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അശ്വതി. ഗെയിം സ്റ്റാർട്ട്. യെസ്. 1 2 3. വെരി ഗുഡ്. വെരി ഗുഡ്. യെസ്. സമയം 30 സെക്കൻഡേ കഴിഞ്ഞിട്ടുള്ളൂ. ഇഷ്ടം പോലെ സമയമാണ്. ഓക്കെ. 40 സെക്കൻഡ് കഴിഞ്ഞു. ഇനി ഇപ്പുറത്തൊന്ന് ചെയ്യാം. എല്ലാം പെട്ടെന്നായിരുന്നു. അശ്വതി പോയി പെട്ടെന്ന്. വെരി ഗുഡ്. 1 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പൊ ശരിയാക്കി തരാമെന്ന് അശ്വതി പറയുന്നത്. വെരി ഗുഡ്. വളരെ സിമ്പിളായിട്ടുള്ള ഗെയിമായിരുന്നു. 2 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തെ ടമാർ പാടാർ ആകെ രക്ഷപ്പെട്ടു അല്ലേ? എന്റെ പൊന്നെ, എന്താണിത്? നല്ല ഗെയിം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇത് കൂട്ടുള്ള നല്ല ഗെയിം ആയിരിക്കും അല്ലേ? നമുക്കൊന്നും ഒരു വിഷയമല്ല. ഇത് വിഷയമില്ല, ഇനിയുള്ളത് എങ്ങനെയാണെന്ന് അറിയില്ല. ചന്ദൂരെ തോപ്പിക്കാനാവില്ല മക്കളെ. ട്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ഗെയിമിലേക്കാണ് പോകുന്നത്. ഇനിയുള്ള ഗെയിം എത്രയാണെന്നറിയാമോ? 2000 രൂപയുടെ ഗെയിമാണ് ഇനിയുള്ളത്. 2000 രൂപയുടെ ഗെയിം, അശ്വതിയെ കാത്തിരിക്കുന്ന ഗെയിം ഇതുപോലുള്ള എളുപ്പമുള്ള ഗെയിമാണോ അതോ വിഷമകരമായ ഗെയിമാണോ നമുക്ക് നോക്കാം. ഏതായാലും 2000 രൂപയുടെ ഗെയിം. അശ്വതി, അപ്പോൾ 1000 രൂപ കിട്ടി. ഇനി 2000 രൂപയുടെ കളിയിലേക്ക് പോവുകയാണ്. ഏത് ഗെയിമാണെന്ന് നോക്കാം. അതിന് മുന്നേ 1000 രൂപ വേണ്ടേ? ഉറപ്പായിട്ടും വേണം. ഇല്ലേ കാര്യങ്ങൾ ഓടൂല. പഞ്ച് കുറയും നമ്മുടെ പരിപാടിയുടെ അല്ലേ? ഗെയിം ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പൈസ കിട്ടുവാണെങ്കിൽ ചൂടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. 1000 രൂപ തരികയാണ് അശ്വതിക്ക്. നമ്മുടെ ആളുകളുടെ എല്ലാ സാന്നിധ്യത്തിൽ ആദ്യത്തെ ഗെയിമിലെ സമ്മാനം 1000 രൂപ. ഇനിയിപ്പോ അടുത്ത ഗെയിം എന്ന് പറയുന്നത് എന്താണ്? 2000 രൂപയുടെ ഗെയിം. 2000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. അപ്പോൾ 2000 രൂപയുടെ ഗെയിം കളിച്ച് ജയിച്ചാൽ 3000 രൂപയുടെ കളിയിലേക്കുള്ള എൻട്രിയിലേക്ക് പോകും. അപ്പോഴാണ് 3000 രൂപ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് 2000 രൂപയുടെ ഗെയിം ഏതാണെന്ന് നോക്കണ്ടേ? നോക്കണം. അപ്പോൾ അശ്വതിയെ കാത്തു വച്ചിരിക്കുന്ന 2000 രൂപയുടെ ഗെയിം നമുക്ക് ഏതാണെന്ന് നോക്കാം. നോക്കിയോളൂ അശ്വതി. അശ്വതിയെ കാത്തിരിക്കുന്ന 2000 രൂപയുടെ എളുപ്പമായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഗെയിമിൻ്റെ പേരാണ് ഈസി വാക്ക്. അശ്വതി, അപ്പോൾ 2000 രൂപയുടെ ഗെയിമിലേക്ക് പോകാം അല്ലേ? ഗെയിം എന്താണെന്ന് പറഞ്ഞുതരാം. അശ്വതി നിൽക്കുക, ഇവിടെ നിൽക്കുക. ദെൻ ഒരു തളിക അശ്വതിക്ക് വേണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് തലയിൽ വെക്കുക. തലയിൽ വെക്കുന്നതിനോടൊപ്പം തന്നെ അതിന് മുകളിൽ ഒരു ബോൾ വെക്കണം. ബോൾ വെച്ചതിന് ശേഷം ദേ ഇവിടെ 2 സ്റ്റെപ്പ് വെച്ചിരിക്കുന്നുണ്ടോ? ഓരോന്ന് മാറി മാറി നടന്നു കൊണ്ടുപോയി അവിടെ വയ്ക്കുക. പക്ഷേ നടക്കുമ്പോഴൊക്കെ ഈ കാലിൻ്റെ ചുവട്ടിൽ ഈ ഇഷ്ടിക ഉണ്ടാവണം. കാരണം എന്താ വെച്ചാൽ ഇത് മാറ്റി വെച്ച് തരേണ്ടത് അശ്വതിയുടെ ഒരു സുഹൃത്തായിരിക്കണം. ഏത് സുഹൃത്തിനെയാണ് വിളിക്കുന്നത്? ചേച്ചി വരൂ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ കാര്യങ്ങൾ മനസ്സിലായോ? അതായത് അശ്വതി അവിടെ തളികയിൽ ബോളുമായി നിൽക്കുന്നു. സ്റ്റെപ്പ് കാൽ വയ്ക്കുമ്പോൾ ഓരോ പാദങ്ങൾ വയ്ക്കുമ്പോഴും അവിടെ വെച്ചിരിക്കുന്ന ഗോൾഡൻ കളറുള്ള ആ തട്ടുണ്ടല്ലോ, അത് ഓരോ കാലിനും അടിയിലും വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി ഇതേ ആ ബാസ്ക്കറ്റിൽ ബോൾ ഇടുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ കൈ പിടിക്കാം. അതുവരെ കൈ തുടരുത് അതിൽ കേട്ടോ. തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും കളിക്കേണ്ടി വരും. അങ്ങനെ 2 ബോളുകളാണ് 100 സെക്കൻഡിനുള്ളിൽ കൊണ്ടുപോയിടേണ്ടത്. കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി നമുക്ക് പാട്ട് പാടണ്ടേ പിന്നീട്? ഇത് കളി ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാട്ടോടെ നമ്മൾ പാടും. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. ശ്രദ്ധിച്ച് തലയിൽ വയ്ക്കുക. 100 സെക്കൻഡിനുള്ളിൽ 2 ബോളുകളാണ്. വളരെ ശ്രദ്ധിച്ച് സാവകാശം, താഴെ പോവാതെ
ഗംഭീരമായിട്ടാണ് ചെയ്യുന്നത്. 100 സെക്കൻഡാണ് ഗെയിമിനുള്ള സമയം. ആദ്യത്തെ ഗെയിം വളരെ എളുപ്പമായിരുന്നു. അശ്വതിക്കുള്ള ആദ്യത്തെ ഗെയിം വളരെ എളുപ്പമായിരുന്നു. ശ്രദ്ധിച്ച്, കാൽപാദങ്ങൾ വിറയ്ക്കാതെ, തല വിറയ്ക്കാതെ ശ്രദ്ധിച്ച് ബോളയിലും കൂടെ കൂട്ടിപ്പിടിച്ച് താഴെ ഇടുക, ഇല്ലെങ്കിൽ താഴെ പോവാൻ സാധ്യതയുണ്ട്. ഓ വെരി ഗുഡ്. ഒരു ബോൾ ഇട്ടിരിക്കുകയാണ്. 40 സെക്കൻഡ് കൊണ്ടാണ് ആദ്യത്തെ ബോൾ ഇട്ടിരിക്കുന്നത്. രണ്ടാമത്തെ ബോൾ, അതായത് 2000 രൂപയുടെ കളിയാണ് അശ്വതി കളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് സുഹൃത്ത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പോയി വീണ്ടും സമയമുണ്ട്. ആക്സിഡന്റ് സംഭവിച്ചു. ഒരു വീണ്ടും ബോളുമായി വീണ്ടും ഇതാ അശ്വതി മന്ദം മന്ദം കടന്നു നീങ്ങുകയാണ്. ശ്രദ്ധിച്ച്, വെരി ഗുഡ്. കളയരുത്. അശ്വതി തല അനക്കാതെ പിടിച്ചിരിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച്. നിങ്ങളുടെ കയ്യടി, പ്രോത്സാഹനം. അശ്വതിയുടെ നാട്ടുകാരുടെ പ്രോത്സാഹനമാണ് അശ്വതിയുടെ വിജയം. വളരെ ശ്രദ്ധിച്ച് അശ്വതി. വെരി ഗുഡ്. യെസ്. ഞാൻ വിചാരിച്ചു ഇതിൽ തകർന്നു പോകുന്നു കേട്ടോ. തകരില്ല. പറ്റില്ല. അങ്ങനെ തകർക്കാൻ പറ്റാത്ത വിശ്വാസമാണ്. അപ്പം എളുപ്പമായിരുന്നോ? എളുപ്പമായിരുന്നു. ആദ്യം ഒന്ന് താഴെ പോയി അല്ലേ? രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് താഴെ പോയി. എങ്കിൽ തന്നെ ഗംഭീരമായിട്ട് കളിച്ചു. 2000 രൂപയുടെ ഗെയിമിൽ ജയിച്ചു. ഇനി നമ്മൾ 3000 രൂപയുടെ ഗെയിമിലേക്കാണ് പോകുന്നത്. 3000 രൂപയുടെ ഗെയിമിൽ അശ്വതി ജയിച്ചാൽ ഉറപ്പുള്ള സമ്മാനമാണ് കിട്ടാൻ പോകുന്നത്. ഏതായാലും അടുത്ത ഗെയിം അശ്വതിയെ കാത്തിരിക്കുന്നത് നമുക്ക് ഏതാണെന്ന് നോക്കാം. സി കേരള സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parle Hide and Seek Chocolate Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരള സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അശ്വതിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 3000 രൂപയുടെ കളിയിലേക്ക് പോകണ്ടേ? ഏത് കളിയാണ് നമ്മളെ കാത്തിരിക്കുന്നത്? അപ്പൊ എന്തായാലും അശ്വതിയെ കാത്തിരിക്കുന്ന അടുത്ത ഗെയിം ഏതാണെന്ന് നോക്കാം. എടുത്തോളൂ. അശ്വതിയെ കാത്തിരിക്കുന്ന അടുത്ത ഗെയിം എനിക്ക് തോന്നുന്നു എളുപ്പമുള്ളൊരു ഗെയിം ആയിരിക്കും. പക്ഷേ അശ്വതി അതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു പാട്ട് ഇനിയും പാടിത്തരാം. പാട്ട് നല്ലതാണെങ്കിൽ ഗെയിമും നല്ലതായിരിക്കും. അപ്പോൾ ഒരു പാട്ട് കൂടെ പാടാൻ പാടില്ലേ? ഒറ്റയ്ക്ക് പാടോ? വേറെ കൂടെ പാടാൻ ആളുണ്ടോ? കൂടെ പാടാൻ ആളുണ്ട്. അപ്പോൾ നമുക്കൊരു ട്രാക്ക് കേട്ട് അടിപൊളിയായിട്ട് ഗംഭീരമായിട്ടൊരു പാട്ട് തകർത്ത് മിന്നിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ അശ്വതിയുടെ നല്ലൊരു ഗാനം കേട്ട് നമുക്ക് തിരിച്ചു വരാം. चले चलो चले चलो രാഗം പുതുരാഗം ഈ മണ്ണിൻ മാറിൽ നിറയാൻ വർണ്ണം പുതുവർണ്ണം ഈ സന്ധ്യയിൽ അഴകായി പൊഴിയാൻ രാഗം പുതുരാഗം ഈ മണ്ണിൻ മാറിൽ നിറയാൻ വർണ്ണം പുതുവർണ്ണം ഈ സന്ധ്യയിൽ അഴകായി പൊഴിയാൻ പമ്പമേളങ്ങൾ തുള്ളിത്തുളുമ്പും മംഗനാഗീതങ്ങൾ പാടിപ്പുകഴ്ത്തും സിന്ധുവും ഗംഗയും പാടുമ്പോൾ കാവേരി തീരങ്ങൾ പൂക്കുമ്പോൾ സ്വരങ്ങളിൽ
വരങ്ങളായി പദങ്ങളായി നിറഞ്ഞു വാ രാമായണക്കാറ്റേ ഇന്നീലാംബരിക്കാറ്റേ രാമായണക്കാറ്റേ നീലാംബരിക്കാറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും മേലെ പൊന്മലകൾ കണിമരതകമന്നം പാകി ദൂരെ പാൽക്കടലിൽ തിരയിളകി സ്നേഹം പോലെ മേലെ പൊന്മലകൾ കണിമരതകമന്നം പാകി ദൂരെ പാൽക്കടലിൽ തിരയിളകി സ്നേഹം പോലെ ഈണം ഈണത്തിൽ മുങ്ങിക്കുളിച്ചു താളം താളത്തിൽ കോരിത്തരിച്ചു പൂക്കോലം കെട്ടാൻ വാ പെണ്ണാളെ പൂത്താലം നുള്ളാൻ വാ പെണ്ണാളെ വരങ്ങളിൽ സ്വരങ്ങളായി പദങ്ങളായി നിറഞ്ഞു വാ രാമായണക്കാറ്റേ ഇന്നീലാംബരിക്കാറ്റേ രാമായണക്കാറ്റേ നീലാംബരിക്കാറ്റേ തങ്കനൂൽ നെയ്യുമീ സന്ധ്യയിൽ കുങ്കുമം പെയ്യുമീ വേളയിൽ രാഖി ബന്ധനങ്ങളിൽ സൗഹൃദം പകർന്നു വരൂ രാമായണക്കാറ്റേ ഇന്നീലാംബരിക്കാറ്റേ. നന്നായിട്ട് പാടി കേട്ടോ, ഗംഭീരമായിരുന്നു. എനിക്ക് അതിൻ്റെ ഇടയ്ക്കുള്ള മറ്റേ സംഭവം കറക്റ്റായിട്ട് പറയണം. പിന്നെ താനെ അങ്ങനെ ഒന്ന് പാടിക്കുക, അത് അല്ല ഈ മാത്രം ഒന്ന് പാടിക്കുക. പക്ഷേ താന തന്നാന തന്നാന താനാന താന. കൊള്ളായിരുന്നു കേട്ടോ, അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്, അതാണ്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി ഗെയിം വായിക്കണം. ഗെയിമിൻ്റെ പേരാണ് 3 Kings. അശ്വതി, അപ്പോൾ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ഗെയിം ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. ഇവിടെ പിച്ച് ചെയ്യുക, ഈ പിച്ച് ചെയ്ത് ഈ ഗ്ലാസ്സിൽ ബോളുകൾ ഇടുക. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പിച്ച് ചെയ്ത് ഒരു ബോൾ ഇടുന്നു, പിന്നെ വീണ്ടും ഒന്നുകൂടെ പിച്ച് ചെയ്ത് ഒരു ബോൾ ഇടുന്നു. ഗെയിമിൻ്റെ ടൈം കഴിയുമ്പോൾ ഓരോ ഗ്ലാസ്സിലും ഈ 2 ബോൾ വീർത്ത് ഉണ്ടാവണം. എന്താണ് ആകെ പേടിച്ച് നിൽക്കുന്നു? 80 സെക്കൻഡിനുള്ളിൽ ചെയ്യും, ഉറപ്പിച്ചതാണ് അശ്വതി. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. കോൺഫിഡൻ്റ് ആണ്. റെഡി? ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 3000 രൂപയ്ക്കുള്ള ഗെയിമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. റെഡി? ഗെയിം സ്റ്റാർട്ട്. യെസ്, ധൃതി വെച്ച് കളയണ്ട, ശ്രദ്ധിച്ച് സമയം പ്ലാൻ ചെയ്ത് ചെയ്യൂ അശ്വതി. കയ്യടിയില്ല. വെരി ഗുഡ്. യെസ്, 3 എണ്ണത്തിലും ഓരോന്നായി. സാവധാനം. വെരി ഗുഡ്. വൗ, സമയം ബാക്കിയുണ്ട്, 20 സെക്കൻഡ് ബാക്കിയുണ്ട്. അശ്വതി നേടണം.
യെസ്. അശ്വതി വിൻ ചെയ്തിരിക്കുന്നത് 3000 രൂപയുടെ കളിയിലാണ്. അതെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സി കേരള സൂപ്പർ ബമ്പർ പവർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അശ്വതി, ഇനിയിപ്പോൾ അടുത്ത കാര്യങ്ങളിലേക്ക്, അടുത്ത ഘട്ടങ്ങളിലേക്ക് നീങ്ങാം അല്ലേ? ഇനിയിപ്പോൾ 3000 രൂപയുടെ കളി കഴിഞ്ഞു. അടുത്ത ഗെയിം എന്ന് പറയുന്നത് 5000 രൂപയുടെ കളിയാണ് അല്ലേ? അതിന് മുമ്പ് ഒരു കർമ്മം അങ്ങനെ നിർവഹിക്കാനുണ്ട് നമുക്ക് അല്ലേ? എന്താണ്? ബാലൻസ് ഇനി 2000 രൂപയോടെ തരാനുണ്ട്. 3000 രൂപയുടെ കളിയിലാണ് ജയിച്ച് 1000 രൂപ ആദ്യം അശ്വതി നേടി. ഇനി ബാലൻസ് ഉള്ള 2000 രൂപ അശ്വതിക്ക്. 3000 രൂപയുടെ ഉറപ്പുള്ള കളിയാണിപ്പോൾ കളിച്ചത്. അതിൽ വിൻ ചെയ്തു അശ്വതി. ഉറപ്പുള്ള സമ്മാനം 3000 രൂപയിൽ 2000 രൂപ കൂടി. അപ്പോൾ 5000 രൂപയുടെ കളിയാണ് ഞങ്ങൾ കളിക്കാൻ പോകുന്നത്. അശ്വതിക്കുള്ള 5000 രൂപയുടെ ഗെയിം അതിനുള്ളിൽ റെഡി ആയിട്ടുണ്ട്. ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും എളുപ്പമുള്ള ഗെയിം തന്നെ കിട്ടണമെന്നാണ്. 10000 രൂപയുടെ ഗെയിമിലേക്ക് പോകാനുള്ള എൻട്രി ഗെയിമാണ് 5000 രൂപയുടെ ഗെയിം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. അശ്വതിക്കുള്ള ഗെയിമിൻ്റെ പേരാണ് എന്താണ്? വർണ്ണപ്പാവാട. അശ്വതിക്കുള്ള വർണ്ണപ്പാവാട ഇതാണ് കേട്ടോ. ഉണ്ടോ? വർണ്ണപ്പാവാടയൊക്കെ ഇട്ട് റെഡിയാക്കി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഈ ഗെയിമിൽ അശ്വതിയെ സഹായിക്കാൻ വേണ്ടി അശ്വതിയുടെ സുഹൃത്തുക്കൾ 2 പേര് വരണം. എന്താണ് പേര്? അമ്പിളി. അമ്പിളി. അമ്പിളി അശ്വതിയുടെ ആരോ ആന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടെ നിന്ന് ആരോ പറഞ്ഞു. ആരാണ്? അനിയത്തിയാണ്. അനിയത്തി കണ്ട ചേട്ടത്തിയെ പോലെ ഉണ്ട്. ചേട്ടത്തി അനിയത്തിയും തമ്മിൽ മാറിപ്പോവും. അമ്പിളിയും അശ്വതി അല്ലേ? നിങ്ങൾ 2 പേരാണോ? അല്ല, 3 പേര്. അടുത്ത ആളാരാണ്? അനുശ്രീ. എന്താണ് പേര്? സുകന്യ. എന്ത് ചെയ്യുന്നു സുകന്യ? +1 പഠിക്കുന്നു. +1 പഠിക്കുന്നു. ആരിലാണ് അശ്വതിയുടെ വീട്ടുകാരി? നാട്ടുകാരി? നാട്ടുകാരിയല്ല അല്ലേ? നിങ്ങൾ 2 പേരും ഇവിടെ നിൽക്കുക. ഇവിടുന്ന് ബോള് പിച്ച് ചെയ്ത് അവിടെ ഓരോ ഡിസ്കുകൾ കണ്ടോ? വർണ്ണപ്പാവാടയിൽ ഓരോ ഡിസ്കുകൾ നമ്മൾ കൊളുത്തിയിട്ടിട്ടുണ്ട്. ആ ഡിസ്കിലേക്ക് ഇവിടുന്ന് 2 പേരൂടെ മാറി മാറി പിച്ച് ചെയ്ത് ഓരോ ഡിസ്കിലും ഓരോ ബോൾ വീതമാണ് ഇടേണ്ടത്. രക്ഷപ്പെടുകയല്ലേ? ഉറപ്പായിട്ടും ജയിക്കുകയല്ലേ? ജയിക്കും. ഉറപ്പാണോ? പാട്ട് പാടുവോ? കുറച്ചൊരു പാട്ട് പാടി. മന്ദാരക്കാവില് വേലപ്പൂരം കാണാൻ എന്തട കുഞ്ഞാഞ്ഞേ നമ്മക്കും പോകേണ്ടേ. ആ മന്ദാരക്കാവില് വേലപ്പൂരം കാണാൻ എന്തട കുഞ്ഞാഞ്ഞേ നമ്മക്കും പോകേണ്ടേ. ആ അപ്പോൾ 5000 രൂപയുടെ ഗെയിമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഗെയിം സ്റ്റാർട്ട്. യെസ്. അശ്വതി മാറി പിടിക്കേ. യെസ് യെസ്. ഗംഭീര ഗെയിമാണ്. യെസ്. അശ്വതി പിടിക്കാൻ ശ്രമിക്കൂ. യെസ്. ശ്രദ്ധിച്ചാൽ വീഴും, ഉറപ്പായിട്ടും വീഴും. നോക്കി പിടിക്കാൻ ശ്രമിക്കൂ അശ്വതി. പറ്റും. നിങ്ങൾ എറിയുന്നത് കറക്റ്റായിട്ട് എറിയൂ. ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോളെ. ആത്മാർത്ഥമില്ല. ഭാവം കൂടി കലക്കരുത്. ഉറപ്പായിട്ടും കിട്ടും. ഉറപ്പായിട്ടും. യെസ്. ചണ്ടമിൻ്റെമാണ് എറിയുന്നത്. ഉറപ്പായിട്ടും. യെസ്. 10000 രൂപയുടെ ഗെയിം. യെസ്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരെണ്ണമെങ്കിലും. 10 9 8 7 6 5 4 3 2 1 0. ഏതായാലും അശ്വതി ഒരുപാട് സന്തോഷം. വർണ്ണപ്പാവാടയുമായിട്ട് വീട്ടിലോട്ട് പൊക്കോളൂ. അങ്ങനെ പിടിച്ചങ്ങൾ പൊക്കോളൂ. ആ വഴി പൊക്കോളൂ. വീണ്ടും കാണാം. അപ്പോൾ ഇതിനുള്ളിൽ 4 പേരെ നമ്മൾ വീണ്ടും റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. 4 കണ്ടസ്റ്റൻസ് ആണ് ബാക്കിയുള്ളത്. ഇനി സൂപ്പർ ബമ്പർ കളിക്കുവാനായിട്ട് ആർക്കാണ് ഭാഗ്യം ഉണ്ടാവുന്നത് എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഒരാളെ തിരഞ്ഞെടുക്കാം. യെസ്, വന്നോളൂ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി
അടുത്ത ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാണെന്ന് പറയാം. അതിനു മുന്നേ സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parley Hide and Seek Chocolate Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അതെ, കളിക്കാനായി എത്തുന്നു സതീഷ്. സതീഷാണ് കളിക്കാൻ വന്നിരിക്കുന്നത്. സതീഷ്, ആദ്യത്തെ ഗെയിം ഏതാണ് സതീഷിനെ കാത്തിരിക്കുന്നതെന്ന് അറിയാം. അതിനു മുമ്പേ സതീഷിന്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് കുന്നപ്പള്ളിയിലാണ്. എന്ത് ചെയ്യുന്നു സതീഷ്? ഞാൻ ഒരു ടൈലറാണ്. ഫാമിലി? ഭാര്യ, 2 കുട്ടികൾ. 2 കുട്ടികൾ. ഭാര്യ സ്റ്റിച്ചിങ് ആണോ? അതെ, ഭാര്യ സ്റ്റിച്ചിങ്. അവര് ലേഡീസിന്റെ ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഭാര്യ ആ ബലൂൺ പിടിച്ച കൊച്ച് നിൽക്കുന്നത് എൻ്റെ ഭാര്യ. അതിന്റെ പുറകിലേക്ക് എൻ്റെ ഭാര്യയുടെ മകൾ. എൻ്റെ മകൾ. ഓക്കെ, പാട്ട് പാടുവോ? പാട്ട് ചെറുതായിട്ട് ഒരു കവിതകളൊക്കെയാണ് നമ്മൾ ഇത്തിരി ഇതായിട്ടുള്ളത്. കവിതയാണ് പിടിച്ചിരിക്കുന്നത്. കവിത വ്യത്യസ്ത മേഖലയിലാണ് നമ്മള്, അല്ലേ? അപ്പൊ രണ്ടുപേരും അങ്ങ് അഞ്ഞു പിടിച്ചാലോ? അഞ്ഞു പിടിക്കാം. അന്ന് പിടിച്ചോളൂ സതീഷേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നാട്ടില് വയലുണ്ടാർന്നേ, വയൽ നിറയെ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്ന്, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ. അന്നാട്ടില് തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, അന്നാട്ടില് തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ. മരമൂട്ടിൽ കളിചിരി പറയാൻ ചെങ്ങാതികൾ 100 ഉണ്ടാർന്നേ, മരമൂട്ടിൽ കളിചിരി പറയാൻ ചെങ്ങാതികൾ 100 ഉണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നഗരത്തിൻ ചൂടില്ലാർന്നേ, നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നഗരത്തിൻ ചൂടില്ലാർന്നേ. തീവെട്ടിക്കണലില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ഒരു വീട്ടിലടുപ്പു പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു വീട്ടിലടുപ്പു പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ. ഒരു കണ്ണു കലങ്ങിക്കണ്ടാൽ ചെങ്ങാതികൾ 100 ഉണ്ടാർന്നേ, ഒരു കണ്ണു കലങ്ങിക്കണ്ടാൽ ചെങ്ങാതികൾ 100 ഉണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ, അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്ന്. നിന്റെ പടച്ചോൻ എൻ്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്ന്, നിന്റെ പടച്ചോൻ എൻ്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്ന്. ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയി അറിവുണ്ടോ? അന്നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയി അറിവുണ്ടോ? അന്നാട് മരിച്ചേ പോയോ, അത് വെറുമൊരു കനവാർന്നോ? അന്നാട് മരിച്ചേ പോയോ, അത് വെറുമൊരു കനവാർന്നോ? സതീഷിനെ കാത്തിരിക്കുന്ന ഏത് ഗെയിമാണ് 1000 രൂപയുടെ ഗെയിം എന്നാണ് നമുക്കറിയേണ്ടത്. സതീഷ്, നമുക്ക് എടുക്കാം. തീർച്ചയായിട്ടും എടുത്തോളൂ. ആദ്യത്തെ ഗെയിം 1000 രൂപയുടെ ഗെയിമിന്റെ പേരാണ് ബലൂൺ ഡ്രൈവർ. ഗെയിം പറഞ്ഞു തരാം. ഇവിടെ നിൽക്കുക, ഇവിടെ ബലൂൺ ഉണ്ട്, ഈ റിങ് കയ്യിലെടുക്കുക, റിങ് മാത്രമേ എടുക്കാവുള്ളൂ. കൂടെ ആദ്യം ബലൂൺ എടുക്കുക, ബലൂൺ തട്ടി ബലൂൺ ഇവിടെ നിന്ന് പൊക്കിയിട്ടിട്ട് ഈ റിങ് കൊണ്ട് തട്ടി ശരിക്ക് ബലൂൺ ഇവിടം വരെ തട്ടിക്കൊണ്ടുപോയി ഈ ബക്കറ്റിൽ നിക്ഷേപിക്കുക. താഴെ വീണാൽ വീണ്ടും ഒന്നേന്ന് തുടങ്ങണം. 4 ബലൂണുകളാണ് ബക്കറ്റിൽ സതീഷ് നിക്ഷേപിക്കേണ്ടത്. അപ്പോൾ 1000 രൂപയുടെ കളിയാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഗെയിം സ്റ്റാർട്ട്. സാവധാനം ചെയ്യുക. സമയം ഒരുപാടുണ്ട്. 120 സെക്കൻഡ് സമയമുണ്ട്. ഗംഭീരം. യെസ്, ഒരു ബോൾ ഇട്ടു, ഒരു ബോൾ, ഒരു ബലൂൺ. 20 സെക്കൻഡ് കഴിഞ്ഞു. യെസ്, 30 സെക്കൻഡ് കഴിഞ്ഞു. 2 ബോൾ കൂടിയാണ് ഇടേണ്ടത്. യെസ്,
ഒരൊറ്റ ബലൂണോട് ഇട്ടാൽ മതി, തീർച്ചയായിട്ടും ജയിക്കും. സതീഷ് പുലിയായിരുന്നു അല്ലേ? ഗെയിമിനെ കുറിച്ച് പറയാം, എങ്ങനെയുണ്ടായിരുന്നു? ഗെയിം കുഴപ്പമില്ല. തുടങ്ങിയപ്പോൾ വിചാരിച്ചു രക്ഷയില്ലാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ 1000 രൂപയുണ്ട്. 2000 രൂപയുടെ കളി കളിക്കാൻ തയ്യാറാണോ? പിന്നെ തീർച്ചയായിട്ടും ഉറപ്പാന്നാ പറയുന്നത്. എങ്കിലും നമുക്ക് ജയം കാണണം, 2000 രൂപയുടെ കളി കാണണം. എന്തായാലും അതിനു മുന്നേ നമുക്ക് നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്ന നിയമ നടപടികൾ. പാത്രത്തിലേക്ക് കണ്ണിട്ട് നോക്കുക, കാശ് ഇപ്പോൾ കിട്ടുമെന്ന് കരുതി. വേണോ? തീർച്ചയായിട്ടും അത് വേണം. 1000 രൂപ സതീഷിന് കൊടുക്കുകയാണ്. ആദ്യത്തെ ഗെയിമിലെ സമ്മാനമാണ്. അപ്പൊ സതീഷിനുള്ള ആദ്യത്തെ ഗെയിമിലെ 1000 രൂപ. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. 2000 രൂപയുടെ ഗെയിമിലേക്ക് പോവാം. സതീഷിനെ കാത്തിരിക്കുന്ന ഗെയിം നമുക്ക് ഏതാണെന്ന് നോക്കാം. ഗെയിമിൻ്റെ പേര് മുഖസാരഥി. ഗെയിം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ പാത്രങ്ങൾ സതീഷിന് വേണ്ടി കാത്തിരിപ്പുണ്ട്. പാത്രം ഇവിടെ വെക്കുക. പാത്രം വെച്ചതിന് ശേഷം ഇവിടെ കുറേ കളർ അടിച്ച മുട്ടകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ മുട്ട ഇവിടെ നിന്ന് എടുക്കുക. എന്നിട്ട് ഇവിടെ ഇതാണ്, ഈ സ്ഥലമാണ് ഇതിൻ്റെ സ്ഥലം, മെയിൻ സ്ഥലമാണിത്. ഈ മുട്ട നമ്മൾ മുഖം കൊണ്ട് ഉരുട്ടി ഈ പാത്രത്തിൻ്റെ മുകളിൽ വയ്ക്കുക. വേണമെങ്കിൽ പാത്രം നമ്മൾ വേണേൽ കൈകൊണ്ട് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടി പിടിക്കാം. എന്നിട്ട് മുട്ട മുഖം കൊണ്ട് ഉരുട്ടി ഈ പാത്രത്തിൻ്റെ മുകളിൽ എടുത്ത് വയ്ക്കുക. അതിനുശേഷം കൈകൊണ്ട് മുട്ടയിൽ തൊടാതെ ഈ പാത്രം ഇതിങ്ങനെ കൊണ്ട് നീക്കി വയ്ക്കുക. അങ്ങനെ 8 പാത്രങ്ങളാണ്, മുട്ട മുകളിൽ വെച്ച 8 പാത്രങ്ങൾ അവിടെ കൊണ്ട് എത്തിക്കുക കേട്ടോ. 100 സെക്കൻഡാണ് സമയം ഗെയിമിൻ്റെ. കളിക്കാൻ പോകുന്നത് സതീഷാണ്. കളി തുടങ്ങാൻ പോവുകയാണ്. 2000 രൂപയുടെ 100 സെക്കൻഡാണ് ഗെയിമിൻ്റെ സമയം. ഗെയിം സ്റ്റാർട്ട്. വളരെ ശ്രദ്ധിച്ചാണ്. തുണി വെട്ടുന്ന ലാഘവത്തോടുകൂടി ആ വ്യക്തിക്ക് മാറ്റി വെക്കുന്നേ. നോക്കി ചാടിക്കഴിഞ്ഞ് കാര്യങ്ങൾ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. 20 സെക്കൻഡ് കഴിഞ്ഞു. യെസ്, നേരെ ഫ്രണ്ടിൽ വെക്കുക. വെരി ഗുഡ്. 30 സെക്കൻഡായി. സ്പീഡിൽ ചെയ്യുന്ന ടൈം കൂടെ നോക്കണം. നമ്മുടെ സമയം വളരെ കുറവാണ്. സതീഷേ, ആടെ പോ, ഇങ്ങോട്ട് വരാൻ പറ. വിളിക്കേ, കറക്റ്റായിട്ട് കിട്ടും. 40 സെക്കൻഡ് കഴിഞ്ഞു. 45 സെക്കൻഡ് കഴിഞ്ഞു. 50 സെക്കൻഡ് കഴിഞ്ഞു. മുട്ടയിൽ തൊടരുത്, പ്ലേറ്റിൽ മാത്രം തൊട്ടുകൊണ്ട്
40 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. സ്പീഡിൽ 8 മുട്ടകളാണ് എത്തിക്കേണ്ടത്. മുട്ട പൊട്ടിച്ചു. ഒരു കുഴപ്പമില്ല. 3 അടുത്ത മുട്ട പെട്ടെന്ന്. സ്പീഡ് 20 സെക്കൻഡ് ബാക്കിയുള്ളൂ. സതീഷ പറ്റും. യെസ്. 4 കൂടെ. 10 സെക്കൻഡ്സ് ബാക്കിയുള്ളൂ. സതീഷ് സ്പീഡിൽ. സതീഷ സമയം പോകുന്നു. 10 9 8 7 6 5 4 3 2 1 0. സതീഷേ, എന്താണ് എന്ത് പറ്റി? ഇത് നമ്മൾ വിചാരിച്ച പോലെ അത്ര ഈസി ഗെയിം അല്ല. പക്ഷേ ഇതെന്താ വെച്ചാൽ നമ്മൾ ടൈം നോക്കി ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് എണ്ണം വയ്ക്കാൻ പറ്റും. കാൽക്കുലേഷൻ്റെ മാത്രം പ്രശ്നമാണ്. കളി എന്ന് പറയുന്നത് ബുദ്ധിയും ആവശ്യമുള്ളപ്പോൾ ശക്തിയും ചിലപ്പോൾ കൂർമ്മ ബുദ്ധിയും ടൈമിങ്ങും മാത്രമാണ്. അത് മാത്രമല്ല, നല്ല ലക്കും വേണം, ഭാഗ്യവും വേണം. വീണ്ടും കാണാം. സന്തോഷം. താങ്ക് യു. പാട്ടുകൾ നന്നായിരുന്നു. ഭാര്യയും കുടുംബവും കുട്ടികളും എല്ലാം സന്തോഷമായിട്ടിരിക്കട്ടെ. ഏതായാലും സന്തോഷം കൊഴിപ്പിക്കാൻ ഒരൊറ്റ പാട്ടുകൂടെ എനിക്ക് വേണ്ടിയിട്ട്. എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്നു തൊട്ടപ്പോൾ നില കുയിലിൻ്റെ കൂടാണ് കണ്ടതയ്യാ, ചക്കരക്കൂടാണ് കണ്ടതയ്യാ. എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. സന്തോഷം. അപ്പോൾ നമ്മളിന്ന് ചാലക്കുടി മേലൂർ കുന്നപ്പള്ളിയിലായിരുന്നു സൂപ്പർ ബമ്പറിൻ്റെ ചിത്രീകരണം നടത്തിയത്. കണ്ടല്ലോ, ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? അത്രയും നല്ല ജനങ്ങളായിരുന്നു. നമുക്ക് എവിടെ ചെന്നാലും നല്ല ഇതുപോലെയുള്ള ആളുകളെയാണ് കിട്ടാറുള്ളത്. അതുതന്നെയാണ് സൂപ്പർ ബമ്പറിൻ്റെ മുന്നോട്ടുള്ള വിജയവും ശക്തി എന്നൊക്കെ പറയുന്നത്. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ നല്ല കുറേ കളികളും അതിലേറെ സമ്മാനങ്ങളും പണവുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതുവരേക്കും ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.